നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചെങ്ങാലൂർ മാട്ടുമലയിലെ സ്വകാര്യ ക്രഷറിനെതിരെ പരാതിപ്പെടുന്നവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവിന് വരന്തരപ്പള്ളിയിൽ തുടക്കമായി. സാഹിത്യോത്സവിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കവി C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ ജീവനെടുക്കുന്ന അപകടക്കുഴികൾ അടയ്ക്കണമെന്നാവശ്യം. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ പത്രിക പ്രകാശനം ചെയ്തു. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞു നടക്കാൻ മഴ നടത്തം സംഘടിപ്പിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കായിരുന്നു മഴ നടത്തം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചെങ്ങാലൂർ മാട്ടുമലയിലെ സ്വകാര്യ ക്രഷറിനെതിരെ പരാതിപ്പെടുന്നവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. നിബന്ധനകൾ ലംഘിച്ചാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ 2019 മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമരത്തിലാണെന്നും 5 പരിഷത്ത് പ്രവർത്തകരുടെ പേരിൽ ക്രഷർ ഉടമയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് പോലീസ് കേസ് എടുത്തതെന്നും പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞു. പരിഷത്ത് കൊടകര മേഖല പരിസരം വിഷയസമിതി കൺവീനറായ PN ഷിനോഷിനെതിരെ 2 തവണ കേസെടുത്തിരുന്നു. എന്നാൽ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട 4 പേർ ഷിനോഷിനെ ആക്രമിച്ചിട്ടും അതിനെതിരെ കേസെടുക്കുന്നതിന് പകരം ഷിനോഷിനെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ട് സമർപ്പിച്ച അന്നത്തെ പുതുക്കാട് SHO കൈക്കൂലി വാങ്ങിയ കേസിൽ സസ്പെൻഷനിലായിരുന്നുവെന്നും പരിഷത്ത് ആരോപിച്ചു. ഷിനോഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പുതുക്കാട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളിൽ നിഷ്പക്ഷരായ ഒരു സാക്ഷിയുടെ പോലും മൊഴിയെടുക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും പരിഷത്ത് ആരോപിച്ചു. നോക്കൂ, ഒരു കർഷകനെതിരെ പരാതി കൊടുക്കുകയും നിയമപരമാക്കണം, അത് നിയമലംഘനങ്ങൾ നടത്തരുത് എന്ന് സമൂഹത്തിന് വേണ്ടിയിട്ട്, സർക്കാരിന് വേണ്ടിയിട്ട്, പൊതുജീവിതത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ ഇയാള് സ്വൈര ജീവിതത്തിനും സമാധാന ജീവിതത്തിനും ഭീഷണിയാണ്. ഇവിടെ കുഞ്ഞു മക്കൾക്കാകെ അതിന് പുതുക്കാട് SHO CRPC 107 എഴുതിയപ്പോ വെച്ചിക്കണ പ്രധാനപ്പെട്ട സംഗതികൾ കുട്ടികൾക്കും പ്രായമായവർക്കും പേടി സ്വപ്നമായിരിക്കുന്നു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് അത്യാപേക്ഷിതമായതിനാൽ ടിയാനെ സ്വതന്ത്രരായി വിടുന്നത് പ്രദേശങ്ങൾ സമാധാന ലംഘനകരമായ കുറ്റകൃത്യങ്ങൾ. ഈ നിലയിലാണ് CRPC 107. ഇങ്ങനെ ഒരു തവണ CRPC 107 എടുത്തു. ആ CRPC 107 നിലനിൽക്കില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടു. അത് ഒഴിവാക്കി. അതിനുശേഷം 2ാമത് തവണയും CRPC 107 പുതുക്കാട് SHO എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ 2ാമത്തെ തവണ എടുത്തപ്പോ അത് എന്തായിരുന്നു കേസ് എന്ന് വെച്ചപ്പോ ആ തവണ അവിടെ പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ തവണ പത്രങ്ങള് പ്രസിദ്ധീകരിച്ച വാർത്തകളുണ്ട്. അതായത് ഒരു വാഹനം പിറ്റിൽ വീണു, വെള്ളപ്പിറ്റിൽ വീണു. അത് പൊക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ നമ്മുടെ പ്രവർത്തകന് 4 പേർ ചേർന്ന് മർദ്ദിക്കണം. ആ മർദ്ദിച്ചത് ആ ദിവസം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെ ഈ പ്രവർത്തകൻ നമ്മുടെ PN ഷിനോഷ് എന്ന് പറഞ്ഞ ആ വ്യക്തി ക്രഷർ ഉടമേനെയും അവിടുത്തെ ജീവനക്കാരെയും അസഭ്യം വിളിച്ചു, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ CRPC റിപ്പോർട്ട്. ഇതിനകത്ത് ഇത് വളരെ കൃത്യമാണ്. അതിനകത്ത് അവര് എഴുതി ചേർത്തിട്ടുള്ളത് ആവലാതിക്കാരൻ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി പാറക്കുളത്തിൽ പോയ വാഹനം എടുക്കുന്നതിന് വന്ന ക്രെയിൻ തടഞ്ഞു. സ്ഥാപനം നടത്തി വരുന്ന ആവലാതിക്കാരനെയും സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരെയും സ്ത്രീ ജീവനക്കാരെയും നോക്കാം. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവിന് വരന്തരപ്പള്ളിയിൽ തുടക്കമായി. സാഹിത്യോത്സവിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കവി C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു.
സമിതി ചെയർമാൻ സിറാജുദ്ദീൻ അദനി അധ്യക്ഷത വഹിച്ചു. സാഹിത്യോത്സവിൻ്റെ ഭാഗമായുള്ള പുസ്തക പവലിയൻ്റെ ഉദ്ഘാടനവും നടന്നു. SJM പാലപ്പിള്ളി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ജാസീർ തങ്ങൾ പ്രാർത്ഥനാ നിർവഹണം നടത്തിയ സംഗമത്തിൽ സാദിഖ് കോടാലി, ഷെരീഫ് പാലപ്പിള്ളി, റാഫി നയീമി, അലി മാസ്റ്റർ, ഇർഷാദ് സഖാഫി, ഇബ്രാഹിം മാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിൽ 10 വേദികളിലായി 160-ലധികം മത്സര ഇനങ്ങളിൽ 400 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ ജീവനെടുക്കുന്ന അപകടക്കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം. റോഡിലെ കുഴികളിൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. മണ്ണമ്പേട്ട വൈദ്യശാല ജംഗ്ഷനിലും വെണ്ടൂർ ചുങ്കത്തിന് സമീപവുമുള്ള വളവിലും രൂപപ്പെട്ട കുഴികൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ചുങ്കത്തിനും വൈദ്യശാല ജംഗ്ഷനും ഇടയിൽ റോഡിലെ കുഴിയിൽ വീണ് മാസങ്ങൾക്ക് മുൻപ് യുവാവ് മരിച്ചിരുന്നു. അപകടക്കുഴികൾ ഉടൻ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിൻ്റെ പത്രിക പ്രകാശനം ചെയ്തു. സമിതി ട്രഷറർ അരുൺ നായർ അധ്യക്ഷത വഹിച്ചു. സംവിധായകനും ടെലിവിഷൻ അവതാരകനുമായ ഹരി പി നായർ പ്രകാശനം നിർവഹിച്ചു. തന്ത്രി അഴകത്തുമനയ്ക്കൽ അനിയൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. കൊടകര ഉണ്ണി, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, മരുത്തോമ്പള്ളി രാജു വാര്യർ എന്നിവർ പ്രസംഗിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നന്ദിപുരം സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, KB പ്രദീപ്, KA വിധു, PV ഗോപിനാഥൻ, MC രജനി, MP ജോഷി, AS ജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. PC ഉമേഷിനെ പ്രസിഡന്റായും PV ഗോപിനാഥനെ സെക്രട്ടറിയായും MC രജനിയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ആളൂർ പഞ്ചായത്തിൽ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും അനുമോദനം നൽകുന്നതിനായി മികവ് 2025 സംഘടിപ്പിച്ചു. കല്ലേറ്റുംകരയിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളോട് കൂടുതൽ പഠനത്തിനായി വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കളക്ടർ വിശദീകരിച്ചു. തങ്ങളുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നോട്ടു പോകുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും കളക്ടർ മാർഗനിർദ്ദേശം നൽകി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മുഖ്യാതിഥിയായി. സ്റ്റേറ്റ് ലെവൽ ട്രെയിനർ T ജയചന്ദ്രൻ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ MS വിനയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, സെക്രട്ടറി KN സുനിൽ, മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ഷാജു, ജോസ് മാഞ്ഞുരാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി തിലകൻ എന്നിവർ സംസാരിച്ചു. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞ് നടക്കാൻ മഴനടത്തം സംഘടിപ്പിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കായിരുന്നു മഴനടത്തം സംഘടിപ്പിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയും ജില്ലാ യുവസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച മഴനടത്തം TS കൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. 200ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പരിഷത്ത് പ്രവർത്തകരും പങ്കെടുത്തു. മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി IK മണി, യുവസമിതി കൺവീനർ അമൽ രവീന്ദ്രൻ, മേഖലാ സെക്രട്ടറി AT ജോസ്, MK ബാബു എന്നിവർ പങ്കെടുത്തു. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ ആസ്റ്റർ ലാബ്സ് മണ്ണമ്പേട്ടയിൽ ആരംഭിക്കുന്നു. തൊമ്മാന ആർക്കേഡിൽ ആരംഭിക്കുന്ന ആസ്റ്റർ ലാബ്സിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ചെക്കപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫർ പാക്കേജുകളാണ് ആസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ ഷുഗർ, കൊളസ്ട്രോൾ സൗജന്യമായി ടെസ്റ്റ് ചെയ്യുന്നു. പുതുക്കാട് തെക്കേത്തുറവ് സെൻറ് ആന്റണീസ് പള്ളിയിൽ KLMൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. KLM രൂപതാ പ്രസിഡന്റ് മോളി ജോബി ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ഐസക് കുറ്റിക്കാടൻ, ജെയ്സൺ കുറ്റിക്കാടൻ, റോബസ് പറപ്പുള്ളി, വിൻസെൻ്റ് മാപ്രാണത്തുകാരൻ, ഷീല ആൻഡ്രു ചാമത്തോടൻ എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ VLP സ്കൂളിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ മലബാർ ഐ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു.
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. വിവേക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സജിൻ, പ്രധാനാധ്യാപിക ഷാൻറ്റി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. തൃശൂർ DTPCയിൽ നിന്നും വർഷം തോറും നടത്തിവരാറുള്ള നാലമ്പല യാത്ര ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നു. രാവിലെ 5:30 തൃശൂരിൽ നിന്നും പുറപ്പെടുന്ന യാത്ര തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശിച്ച ശേഷം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എത്തും. തുടർന്ന് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രവും പായമൽ ശത്രുഘ്ന ക്ഷേത്രവും ദർശിച്ച ശേഷം വീണ്ടും തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. മലയാള മാസം കർക്കടകം 1 മുതൽ 31 വരെ ഒരുക്കിയിരിക്കുന്ന യാത്രയിൽ രാവിലെ 5:30 പുറപ്പെട്ട് വൈകിട്ട് 3 മണിക്ക് തൃശ്ശൂരിൽ തിരിച്ചെത്തുന്നു. യാത്രയിൽ ഫെസിലിറ്റേറ്റർ സേവനം ലഭ്യമായിരിക്കും. കർക്കടക കഞ്ഞിക്കൂട്ട്, മലയാള പഞ്ചാംഗം, സന്ധ്യാനാമ പുസ്തകം, ഉച്ചഭക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 സീറ്റുള്ള DTPCയുടെ AC ബസ്സാണ് യാത്രയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. ഒരാൾക്ക് 900 രൂപയാണ് നിരക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9496101737, ലാൻഡ് ലൈൻ 0487232080. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ കായിക അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21 രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. BPEd അല്ലെങ്കിൽ MPEd അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, കേട്ടറ്റ് കാറ്റഗറി 4 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9100 രൂപ, പവന് 72,800 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് കുന്നുമ്മക്കര പരേതനായ രാജുവിൻ്റെ ഭാര്യ ഭാരതി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഇരിഞ്ഞാലക്കുട SN ക്രിമിറ്റോറിയത്തിൽ. രാജേഷ്, രാജി എന്നിവർ മക്കളും അനിത, ജിനേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്ങാലൂർ മാട്ടുമലയിലെ സ്വകാര്യ ക്രഷറിനെതിരെ പരാതിപ്പെടുന്നവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവിന് വരന്തരപ്പള്ളിയിൽ തുടക്കമായി. സാഹിത്യോത്സവിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കവി C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ ജീവനെടുക്കുന്ന അപകടക്കുഴികൾ അടയ്ക്കണമെന്നാവശ്യം. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ പത്രിക പ്രകാശനം ചെയ്തു. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞു നടക്കാൻ മഴനടത്തം സംഘടിപ്പിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കായിരുന്നു മഴനടത്തം സംഘടിപ്പിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.